അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിട്ട ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ട സംഭവം കേട്ടോ. ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു 2 മിനിറ്റ് വെച്ചിട്ടേ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ഇഷ്ടം അവർക്ക്. അതുപോലെ ചെറിയൊരു ഓംലേറ്റും മതി, ധാരാളം മതി അവർക്ക്. ഇത് മൂത്ത കൊച്ചിന് റെഡിയാക്കുക കേട്ടോ. ചെറിയ കുട്ടികൾക്കേ, അവർ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഇന്ന് ടീച്ചേഴ്സിൻ്റെ മെസ്സേജ് ഉണ്ടായി ഗ്രൂപ്പിൽ. ഇന്ന് സ്കൂളിൽ എഗ്ഗ് ബിരിയാണിയാണ്. അപ്പം മാക്സിമം കുട്ടികളും സ്കൂളിൽ നിന്നത് കഴിക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അവർ സ്കൂളിൽ മൂത്ത കുട്ടികൾ പോയി, ബാക്കി ഇവർ സ്കൂളിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം ജോലികളൊക്കെ സ്ഥിരം ജോലി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ ഇവർ വാതിൽക്കൊക്കെ ഉണ്ടാവും. എത്ര പെട്ടെന്നാണ് സ്കൂൾ വിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു സ്നാക്ക് നമ്മുടെ മോഹൻലാലൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച സംഭവമാണെന്നും പറഞ്ഞിട്ട് കണ്ടതാട്ടോ. കണ്ടപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ്. ചില സമയത്ത് നമുക്ക് വിശന്നിരിക്കുമ്പോഴേ ഇങ്ങനത്തെ കാണുമ്പോൾ ഉണ്ടാക്കാൻ തോന്നും. വളരെ നിസ്സാരം പൈസയുള്ളൂ കേട്ടോ ഇതുണ്ടാക്കാനുള്ള ചിലവ്. പിന്നെ ഇത് നെയ്യിൽ വേണം ഈ പഴം, ഒരുപാട് പഴുക്കാത്ത പഴം ഇതുപോലെ 3-4 ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നെയ്യിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ പിച്ചി കഴിക്കാൻ പാകത്തിനുള്ള ആക്കിയെടുക്കണേ. അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടിച്ച ശർക്കര എൻ്റെ കയ്യിലുള്ള കാരണമാണ്, ഇല്ലാത്തവരത് പൊടിക്കണം. അതിലേക്ക് പൊടിച്ച ശർക്കരയും ഇട്ട് തേങ്ങയും ഇട്ട്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സംഭവം ഐസ്ക്രീം ആട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐസ്ക്രീം പോലെ വാങ്ങിച്ചു, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ നമ്മളൊരു 10 രൂപയുടെ ഐസ്ക്രീം വാങ്ങിച്ചാൽ മതി. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നല്ലേ. നല്ല ചൂട് ആ പഴം പൊരിച്ച് വെച്ചേക്കണതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ഇടുമ്പോൾ മെൽറ്റ് ഔട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നെയ്യ് ഇഷ്ടമല്ല, അതാണ് പ്രശ്നം.